ഈ ഇരിക്കുന്ന ചാക്കുകളിലെ ബുക്സിനെല്ലാം ഒരു 6-7 വർഷത്തെ കഷ്ടപ്പാടിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ കഥ പറയാനുണ്ട്. സംഗതി ഇതെല്ലാം എൻ്റെ സ്വന്തം നാത്തൂൻ്റെയാണ്. പുള്ളിക്കാരിയുടെ അമൂല്യമായിട്ടുള്ള നിധി. ഒരു ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നമായിരുന്നു ആശാത്തിക്ക്. രാവും പകലും അതിനായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച സ്വപ്നം കണ്ട ജോലി ഒരു 1.5 വർഷത്തിന് മുമ്പ് ആശാത്തി അങ്ങോട്ട് സ്വന്തമാക്കി. ആളിപ്പോൾ ഒരു ഗവൺമെൻറ് എംപ്ലോയിയാണ്. പുള്ളിക്കാരിയുടെ റൂം ഫുള്ള് ബുക്സും റാങ്ക് ഫയലും തൊഴിൽ വീതിയും ഒക്കെ ആയിരുന്നു. ജോലി കിട്ടിയ അന്ന് മുതൽ അതിൽ നിന്ന് കുറച്ചെങ്കിലും ഒന്ന് മാറ്റാനായിട്ട് ഞങ്ങളെല്ലാവരും മാറി മാറി പറഞ്ഞതാണ്. പക്ഷെ സമ്മതിച്ചില്ല. പക്ഷേ ഇപ്പോൾ റൂം ഒന്ന് പെയിൻറ്റ് ചെയ്ത് ക്ലീൻ ചെയ്തപ്പോഴാണ് കുറച്ചെങ്കിലും ഒന്ന് മാറ്റാമെന്ന് സമ്മതിച്ചത്. ഇതുപോലെ ഒരു 2-3 ചാക്കിലേത് ഇപ്പോഴും ആ റൂമിനകത്തുണ്ട്. സ്പേസ് പോകും എന്നൊക്കെ പറഞ്ഞ് കുറച്ചെടുത്ത് കൊടുക്കാമെന്ന് കരുതി. അതുമാത്രമല്ല, ജോലി കിട്ടിയിട്ടും ഇപ്പോഴും തൊഴിൽ വീതി വാങ്ങുന്ന ഒരു അപൂർവ സൈക്കോ ആണ് എൻ്റെ നാത്തൂൻ. ഇതെന്ത് വട്ടാണോ എന്തോ. അപ്പോൾ നമ്മുടെ വിഷയം അതൊന്നും അല്ലല്ലോ. ഇതെല്ലാം കൊണ്ടുപോയി കൊടുക്കുക. കഴിഞ്ഞ തവണ പോയ അതേ സ്ഥലത്തേക്ക് വീണ്ടും പോകുക. മഴയായിട്ട് അവിടെ ആകെ ചളകുളമായിട്ടാണ് കിടപ്പ്. എന്നാലും ആവശ്യം നമ്മുടേതായി പോയില്ലേ, കൊണ്ടു കൊടുത്തു. തൂക്കി വെയിറ്റ് എഴുതിയ തുണ്ടുമായിട്ട് കഴിഞ്ഞ തവണ പോയ പോലെ ഒന്ന് നടന്നു. അവസാനം 4 ചാക്ക് പേപ്പറിന് 400 രൂപ കിട്ടി. പക്ഷെ 400 രൂപയല്ല ഇതിൻ്റെ ശരിക്കുള്ള വില. അത് കഷ്ടപ്പെട്ട ആൾക്ക് നല്ലതുപോലെ അറിയാം. ആരെങ്കിലും ഒരു ജോലിക്കൊക്കെ വേണ്ടി സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഇൻസ്പിറേഷൻ കൂടി ആയിക്കോട്ടെ എന്ന് കരുതി. അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ നാത്തൂൻ. അതിന് ഞാനും ഒരു സാക്ഷിയാണ്. അവസാന നിമിഷം വരെ ഇതൊന്നും കൊടുക്കണ്ട, എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഒരു അംശം കൊടുക്കാനാണ് നിങ്ങൾ പറയുന്നത്, എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോകുന്ന പോലെ എന്നൊക്കെ പറഞ്ഞു. ആ ഒരു വിഷമം കാരണം 6 ചാക്ക് എന്നുള്ളത് അവസാനം 4 ചാക്കായിട്ട് മാറിയത്. പിന്നെ ഫുഡ് നമുക്ക് നിർബന്ധമാണല്ലോ. ഞാനൊരു ഹോർലിക്സും കെട്ടിയവനൊരു ഗ്രീൻ ടീയും. അങ്ങനെ അതും അങ്ങോട്ട് കഴിഞ്ഞു.